നീ പല്ലെടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോയാ? ഹോസ്പിറ്റലിൽ പോയി. ഉം, പല്ല് കാണിച്ച് ഒരു ഉം, ലേഡി ഡോക്ടറായിരുന്നു. ഡോക്ടർ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞ് ഇത് എടുക്കൊന്നും വേണ്ട, നമുക്ക് അടക്കാം. ഉം. എടുത്തിട്ട് എന്തിനാ വെറുതെ മുഖത്തിന്റെ സൗന്ദര്യം കളയുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ അങ്ങ് പോഴ്ത്തി. അയ്യോ. ഉം. അല്ല, ലേഡി ഡോക്ടർ ആയതുകൊണ്ട് ഇത് ഭയങ്കര സന്തോഷായിരിക്കുമല്ലേ? ലേഡി ഡോക്ടറായോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഇല്ലാണ്ടൊന്നുമില്ല. ഉം, ഡോക്ടർ നല്ല സന്തോഷം തരുന്ന ഡോക്ടർ തന്നെയാണ്. ഉം, ഞാൻ അവിടെ ഒരു ചെയറിൽ എന്നെ കയറി അവിടെ ഇരുത്തി ഇത് വാക തുറന്ന് എല്ലാം നോക്കി ഇത് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് ക്ലീൻ ആക്കി. പിന്നെ ഉം, ഡോക്ടർ ഇങ്ങനെ സന്തോഷം എടുക്കടെ തന്നുകൊണ്ടേയിരിക്കും. ഉം. ഉം. ആ, നീ പണ്ടേ ലേഡി ഡോക്ടർമാരുടെ അടുത്തല്ലേ പോകും, അതുകൊണ്ട് ചോദിക്കാം. അതെ, അത് എടീ, ഈ ലേഡി ഡോക്ടർമാരെന്ന് പറയുമ്പോൾ നമ്മളെ ഉം, അടുത്ത് വരുമ്പം തന്നെ നമുക്ക് ഉം, നമ്മുടെ ആ അസുഖമൊക്കെ അങ്ങ് മാറിയ ഒരു ഫീല് കിട്ടും. ഉം. അത് ഡോക്ടർ അങ്ങനെയുള്ള ഡോക്ടറായിരിക്കും, ഇത് നല്ല ഡോക്ടറാട്ടോ. ആ, അങ്ങനെ അല്ല, അങ്ങനെ പൊതുവെ പറയുന്നേക്കാം. ആര് പറയുന്നേക്കാ? അല്ല, സിസ്റ്റർമാർക്കൊക്കെ ഇങ്ങനെ ഉം. നല്ല സിസ്റ്റർമാർ, ആ, നീ നിങ്ങൾക്ക് പ്രത്യേകിച്ച്. നല്ല സിസ്റ്റർമാരും കുഴപ്പമൊന്നുമില്ല. നിന്നെ പോലത്തെ നല്ല സിസ്റ്റർമാർ ഉണ്ടാകുമ്പോൾ ഉം, ആൾക്കാരുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറും. അങ്ങനെയാണല്ലോ ഉം. നിങ്ങളുടെയൊക്കെ പെരുമാറ്റം. ഈ അതും ഉം. അത് മനസ്സറിഞ്ഞ് പെരുമാറണം. അതാണ് ഈ ഈ ഡോക്ടർ ശരിക്കും മനസ്സറിഞ്ഞ് തന്നെ പെരുമാറി. എന്റെ മനസ്സ് ഉം. ശരിക്കും ഡോക്ടർ വായിച്ചെടുത്ത പോലെയാണ് ഉം. പെരുമാറി കേട്ടോ. ഡോക്ടർ എൻ്റെ അടുത്ത് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു ഇത് അടക്കാം. ഈ ആദ്യം ഞാൻ വൈറ്റ് കൊണ്ട് അടക്കും, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം ഉം. എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. അത് കണക്ക് മനസ്സിലായി. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് നല്ല സംസാരിക്കുന്ന കേൾക്കാനൊക്കെ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞു ഉം. ഇയാളെ കണ്ടാ അറിയാം ഒരു കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന് ഉം. ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളൊരു ആളാണ് എന്ന് ഞാനും മനസ്സിലാകുന്ന രീതി, അത് ഞാൻ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല സ്ത്രീകളായിട്ട് ആൾക്കാരാണ്. നല്ല സ്ത്രീകളായിട്ട് ഉം. നല്ല അടുപ്പമുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ ഉം. മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതൊക്കെ മനസ്സിലായി. അല്ല, നീ ഉം. പല്ല് കാണിക്കാൻ തന്നെ പോയതാണോ അതോ പല്ല് ശരിക്കും ഉണ്ടാ? ഓൾസുണ്ടോ പല്ലിന്? പല്ല് ശരിക്കും ഉണ്ടോന്നാ? അല്ല, പല്ലിന് ശരിക്കും ഓൾസ് ഉണ്ടോന്ന്? പല്ലിന് ചെറിയൊരു ഹോൾസൊക്കെ ഉണ്ട്, അത് ചെറുതാണ്. അപ്പോ ഉം. ഡോക്ടറെ കണ്ടപ്പോഴും പറഞ്ഞത് എടുത്തു കളയണ്ട, ചെറിയൊരു ഹോൾസ് അല്ലേ, നമുക്കതങ്ങ് അടക്കാം എന്ന് പറഞ്ഞു. ഉം. അത് ആ വർത്താനൊക്കെ ഒരു ഒന്നൊന്നര അടക്കലാന്ന് കേട്ടാ. അയ്യോ, അടക്കണ്ടായിരുന്നു. ഉം. ഉം. എനിക്കത് അല്ല, എല്ലാ ഓൾസും അടക്കാൻ നിന്നാ ശരിയാവുമോ? എല്ലാ ഹോൾസും അടക്കാനൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഉം. ഡോക്ടർ പറഞ്ഞ് ഇത് എനിക്ക് ഉറപ്പാണ് ഡോക്ടർക്ക് ഒരു എന്റെ കൂടെ ഒന്ന് കളിക്കാനുള്ള താല്പര്യം ഉണ്ട് എന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഉം. ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ മറ്റുള്ള പേഷ്യൻ്റിനൊന്നും ഡോക്ടർ നോക്കില്ല, അവിടെ വെച്ച് തന്നെ ഡോക്ടർ കളിക്കാം എന്നുള്ളൊരു തയ്യാറെടുപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉം. കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ളൊരു ഡോക്ടറാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പോ പേഷ്യന്റ് നീ മാത്രമേ ഉള്ളൂ ആണുങ്ങളായിട്ട്? അതല്ല പുറത്ത് പറയുന്നു, പക്ഷെ കാണാനൊക്കെ ഇച്ചിരി ഗ്ലാമറൊക്കെ ഉള്ള ആളാകുമ്പോഴേ ഡോക്ടർമാർക്ക് അങ്ങനെ. ചെറിയൊരു ഇളക്കൊക്കെ വരുമല്ലോ, അങ്ങനെ ഒന്ന് ആ, ഇളകിയതാണ്. പിന്നെ എന്നെ കാണുമ്പോൾ നല്ലൊരു കളിക്കാരനാണ് എന്ന് ഡോക്ടർക്ക് തോന്നിക്കാണും. ഉം. ചില ഡോക്ടർക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഡോക്ടറെ കാണുമ്പം പെട്ടെന്ന് മനസ്സിലാവും. നിന്നെ പോലെ അല്ല, ഉം. എനിക്കത് മനസ്സിലാകാതെ ഞാൻ എന്ത് വേണം. അപ്പോഴല്ല. നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞില്ലേ നമുക്കൊരു കളി വെക്കാം, നീ സമ്മതിക്കായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് മതി, ഫ്രണ്ട്ഷിപ്പ് ആയാലും കളിക്കാനൊക്കെ ഒരു എന്തൊക്കെ ഉണ്ടാവണ്ട, അപ്പോഴല്ലേ നമ്മള് എല്ലാത്തിനും ഒരു ഉഷാറാവുള്ളൂ. അപ്പൊ ഞാന് വിചാരിച്ചത് ഈ ഡോക്ടറായിട്ട് നല്ലൊരു കമ്പനി ആകാൻ പറ്റിയാല് ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്നിട്ട് കളിയൊക്കെ കളിക്കാലോ. അല്ല, നിന്നോട് ഇനി എപ്പോ പിന്നെ ഡോക്ടർ വരാൻ പറഞ്ഞത്? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നൊരു നല്ലൊരു വരാൻ പറയലാണ്. കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഡോക്ടർ ഓരോ കാര്യങ്ങളും ചെയ്തത്. പെട്ടെന്ന് ചെയ്ത് വിടാനേ ഉള്ളൂ. പക്ഷെ ഡോക്ടർക്ക് എന്നെ ആ മുറിയിൽ നിന്ന് വിടാൻ തീരെ താല്പര്യമില്ല.
നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉം. അതിന് ഇടക്ക് കുറച്ച് ദിവസം പോയാൽ മതി. വേദനയുണ്ട് മറ്റേതുണ്ട് എന്ന് പറ്റും. അങ്ങനെ പോയാല് അന്നേരം ഇത് കാശൊന്നും കൊടുക്കാണ്ട് പോവാൻ തോന്നും അല്ലേ? ആ പറഞ്ഞു തന്നതിന്. ഡോക്ടർ പറയൂ ഉം. പിന്നെ അല്ല ഒരാഴ്ച ആകുമ്പോഴേക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുമല്ലോ. ഞാനും അത് എങ്ങനെയാണ് ഡോക്ടറെ ഒന്ന് അടുക്കണ്ടേ എന്നുള്ളതിലാണ് ഞാനും ആലോചിച്ചത്. നീ വെറുതെ പറഞ്ഞു തന്നെങ്കിൽ ഈ പറഞ്ഞു തന്നതിന് നന്ദി കേട്ടോ. ഉം. ഉം. ആ, ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി എനിക്ക് അവിടെ ചെറിയൊരു വേദന പോലെ തോന്നുന്നു ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഉം. പിന്നെ സമയം ഡോക്ടർ കിട്ടുകയാണെങ്കിൽ ഡോക്ടർ ശരിയാക്കി തരും. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ഡോക്ടറെ നമുക്കൊരു കളി വെച്ചാലോ എന്ന് ചോദിച്ചാലോ? അല്ല നിന്റെ അസുഖമെല്ലാം മാറ്റി തരും ഡോക്ടർ. എനിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല എന്ന് ഡോക്ടർക്ക് നന്നായിട്ട് മനസ്സിലായി. ആകെപ്പാടുള്ള ഉണ്ടല്ലോ എന്ത് ഡോക്ടർക്ക് ചെറിയൊരു അസുഖമില്ലേ, ചെറിയൊരു അസുഖമില്ലേ, അത് ഡോക്ടർക്ക് മനസ്സിലായി. അതെ അതുകൊണ്ട് മാറ്റി തരൂ. ഡോക്ടർക്ക് മനസ്സിലാകാൻ കാരണം ഡോക്ടർ അടുത്ത് വരുമ്പോ പിന്നെ എന്നാ പറയണ്ടേ, ഡോക്ടർ കളിക്കേണ്ട ഒരു മൂഡിലൂടെയാണ് വരുന്നത്. ഒന്ന് കളിച്ചാലോ എന്നുള്ള ചിന്തയിൽ. അങ്ങനെയാണ് ഡോക്ടർ മുഖം കണ്ടാൽ അറിയാം കളിക്കാൻ നല്ല താല്പര്യമുള്ള ഡോക്ടറാണെന്ന്. അപ്പോൾ ഡോക്ടർ അടുത്ത് വരുമ്പോ എന്താ പറയണ്ടേ, ഇത് ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണോ ഞാൻ ഇന്ന് മുണ്ടൊക്കെ എടുത്ത് സെറ്റപ്പല്ലേ പോയിന്, മറ്റേ പാൻസ് അല്ലേ. അപ്പൊ മുണ്ടെടുത്തോണ്ട് എല്ലാ ഭാഗവും നമുക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റില്ല. ഡോക്ടറൊക്കെ വരുമ്പോൾ ചില ഭാഗമൊക്കെ ഇങ്ങനെ അനങ്ങിയും പോകുന്നതൊക്കെ നിൽക്കുമല്ലോ. അത് ഡോക്ടർ ശരിക്ക് കണ്ടിന്ന് തോന്നും. അത് തന്നെ ഡോക്ടറെ മുഖത്തൊരു ലൈറ്റ് പുഞ്ചിരിയോട് കൂടിയൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. അതും അത്ര ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് മുഖമെല്ലാം തൊട്ടും. പിന്നെ അങ്ങനെ 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 എന്നോട് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ അല്ല ഡോക്ടർ ഇങ്ങോട്ട് ഇത് അങ്ങനെ പെരുമാറിയത് നല്ല റെഡി ഡോക്ടർ. ലേഡികളെല്ലാം നിനക്ക് നല്ലതായിരിക്കും. എന്ത് ലേഡികളെല്ലാം നിനക്ക് നല്ലതായിരിക്കും. അങ്ങനെ എല്ലാരും ഒന്നല്ല, കാണാൻ ഇച്ചിരി കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കൊള്ളാം. പിന്നെ അത് നിർബന്ധമല്ലേ. നമ്മൾ ഏത് ഫ്രണ്ട്സ് ആകുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാണാൻ സ്റ്റൈലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സ് ആകാൻ അങ്ങനെയല്ലേ ആഗ്രഹിക്കുക. പിന്നെ കളിക്കാൻ നല്ല താല്പര്യമുള്ള ആളും കൂടി ആകുമ്പോൾ സന്തോഷായി. എനിക്ക് ഇല്ലാന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ. സമയം കിട്ടുമ്പോ ഇച്ചിരി ഒരു കളിയൊക്കെ വെക്കണ്ടേ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ല പോയിട്ട് വാ. അതിലിടക്ക് ഒന്ന് പോട്. എന്ത് അതിലിടക്കൊന്ന് പോട് ഒരാഴ്ച ഇടക്ക്. അതിൻ്റെ ഇടക്ക് ഒരാഴ്ച ഇടക്ക് ഒരിക്കലല്ല, ചിലപ്പോൾ രണ്ട് തവണ പോകും. ഡോക്ടർക്ക് എന്തായാലും എന്നെ കാണുമ്പോ മനസ്സിലാവും ഇതെന്തിനാ. എല്ലാ പല്ലും പൊരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ എല്ലാ പല്ലൊന്നും മിക്കവാറും ഡോക്ടർ എല്ലാ പല്ലും ഇതിന്റെ ക്ലീൻ ചെയ്ത് അടച്ചിട്ട് വിടാന്ന് വിചാരിക്കും. കാരണം അതേ സമയം എന്നെ അവിടെ കിട്ടുമല്ലോ. അങ്ങനെയല്ല, ഡോക്ടർ എല്ലാ പല്ലും പൊരിച്ചെടുക്കരുതെന്നാ പറഞ്ഞത്. എന്തിന്? പോയിട്ടേ ഇല്ല, അങ്ങനത്തെ ഡോക്ടർ സ്വഭാവം വെച്ചിട്ട്. ഇല്ലല്ല, ഡോക്ടർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടർക്ക് ഇത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, എന്റെ കൂടെ ഒന്ന് കളിക്കണമെന്ന് ഡോക്ടർക്ക് വലിയ ആഗ്രഹമുണ്ട്. ഡോക്ടറോട് വെക്കും എല്ലാടും ഒന്ന് ശരിയാക്കിയേക്കാൻ പറഞ്ഞു. എന്തിനാ? കുറച്ച് എനിക്ക് വേണോ? അല്ല, ഇനി ഒരാഴ്ച എത്തിയിട്ട് പോകുമ്പോ അതൊന്നും വെച്ചിട്ട് വരാമല്ലോ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഡോക്ടർ മിക്കവാറും എന്നോട് അവിടെ ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നോന്ന് വരെ ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാൽ ഞാനാണ് ഇന്ന് ഡോക്ടർ സമയം കിട്ടുമ്പോൾ കളിക്കാലോ എന്ന് ചോദിച്ചു. അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു ഡോക്ടർക്ക് എന്നോട്. മനസ്സിലായോ?